കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ആനമുടി. പക്ഷേ ആനമുടിയിലേക്ക് ട്രെക്കിംഗ് പെർമിറ്റഡ് അല്ല. നമുക്ക് ട്രെക്ക് ചെയ്ത് എത്താൻ പറ്റിയൊരു മലയുണ്ട്. കേരളത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കായ മീശപ്പുലിമല. മൂന്നാർ ടൗണിൽ നിന്ന് 33 കിലോമീറ്റർ അകലെയാണ് മീശപ്പുലിമല. മൂന്നാറിലെ തണുപ്പത്ത് രാവിലെ എണീറ്റ് തേയിലത്തോട്ടങ്ങളും താണ്ടി ജീപ്പൻ ഓഫ് റോഡ് ചെയ്ത് നമ്മൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിലെത്തും. ബേസ് ക്യാമ്പിൽ റിഫ്രഷ്മെൻറ്റിന് ശേഷം നമ്മൾ വീണ്ടും 5 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്ത് നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ബേസ് പോയിൻ്റായ 8000 ഫീറ്റിലുള്ള റോഡോ മാൻഷനിൽ എത്തിച്ചേരുന്നു. അവിടുന്ന് 1/2 കിലോമീറ്റർ ട്രെക്ക് ചെയ്യുമ്പോൾ തന്നെ സൺറൈസിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ഒരുപാട് പ്രൊട്ടക്റ്റഡ് സ്പീഷീസിന് വീടായിട്ടുള്ള 7 മലകളും താണ്ടി മേഘങ്ങളും കോടമഞ്ഞും വന്ന് നമ്മളെ മൂടുന്ന മീശപ്പുലിമലയിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് മറ്റൊരു വഴിയെ തിരിച്ചിറങ്ങുന്ന ആ ഒരു 7 കിലോമീറ്റർ മനോഹരമായ ഒരു ട്രെക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണാം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ KFDC വഴിയാണ് നമുക്ക് മീശപ്പുലിമലയിലേക്കുള്ള ട്രെക്കിംഗ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. 3 ട്രെക്കിംഗ് പാക്കേജുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ സ്റ്റേ ഉൾപ്പെടുന്ന 2 പാക്കേജുകളും സ്റ്റേ ഇല്ലാത്ത ഒരു 1 ഡേ ട്രെക്ക് പാക്കേജുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ എടുത്തിരിക്കുന്നത് സ്റ്റേ ഇല്ലാത്ത 1 ഡേ ട്രെക്കിംഗ് ആണ്. മറ്റ് 2 പാക്കേജുകളുടെയും അതുപോലെ ഈ ഒരു പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോയുടെ അവസാനം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. മൂന്നാർ ടൗണിൽ രാവിലെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴേക്കും ഞങ്ങളെ ജീപ്പിൽ വന്ന് പിക്ക് ചെയ്തു. ഏകദേശം 5 മണിയായപ്പോൾ തന്നെ മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ എത്തിയിരുന്നു. കുറേയധികം തേയിലത്തോട്ടങ്ങളും സൈലൻറ്റ് വാലി എല്ലാം കടന്നിട്ടാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ എത്തിയത്. ഇരുട്ടായതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. ബേസ് ക്യാമ്പിൽ നിന്ന് പിന്നെ നമുക്കൊരു ചായയും പിന്നെ ബ്രെഡും ജാമുമാണ് രാവിലെ റിഫ്രഷ്മെൻ്റ് ആയിട്ട് തരുന്നത്. അവിടുന്ന് പിന്നീട് നമുക്ക് 5 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്ത് റോഡോ മാൻഷനിൽ എത്തണം. റോഡോ മാൻഷനിലും അതുപോലെ തന്നെ ബേസ് ക്യാമ്പിലും നമുക്ക് 10 സ്റ്റേയും അവൈലബിൾ ആണ്. കുറേ പേര് തലേന്ന് അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാർ വന്ന് തലേന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെയാണ് ഈ ഒരു യാത്ര ആരംഭിച്ചത്. നേരം ഏകദേശം വെളുത്തു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീപ്പിൽ ഞങ്ങൾ 6 പേരുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ കൊടുക്കുമലയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് നടുവേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഒത്തിരി പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മീശപ്പുലിമലയിലേക്കുള്ള ഓഫ് റോഡിങ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രെക്ക് ചെയ്ത് ഏകദേശം റോഡോ മാൻഷൻ അടുക്കാറായപ്പോൾ തന്നെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ജീപ്പ് അധികം നേരം നിർത്താൻ പറ്റത്തില്ല, കാരണം പുറകിലെല്ലാം ജീപ്പുകൾ നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 1 മിനിറ്റ് നിർത്തി തരാമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഓടിപ്പോയ ആ ഒരു സൺറൈസിൻ്റെ ആദ്യത്തെ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. ട്രെക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അടിപൊളി ഒരു കാഴ്ചയും കണ്ടുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ റോഡോ മാൻഷനിൽ എത്തി കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് കേരളത്തിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ്. 8000 ഫീറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് തലേന്ന് വന്ന് സ്റ്റേ ചെയ്യാം. നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇന്ന് മൊത്തം ഒരു 80 പേര് അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. കുറേ പേര് ഇവിടെ തന്നെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഡേ ട്രെക്കിങ്ങിലുള്ളായിരുന്നു. ഞങ്ങൾ വന്ന ജീപ്പിൽ ഞാനും ബോണിച്ചേട്ടനും പിന്നെ ഇത് കോഴിക്കോട് നിന്ന് വന്ന ഒരു 4 പേരും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം ബോണിച്ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അതൊന്ന് സംഭവിച്ചത്. ഗൈഡ് വന്നിട്ടില്ല. മുകളിൽ നമുക്ക് സൺറൈസ് വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടുന്ന് 1/2 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി സൺറൈസ് കണ്ടിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോഴേക്കും എല്ലാവരും എത്തിച്ചേരും, ഗൈഡൊക്കെ അങ്ങോട്ട് വരികയും ചെയ്യും. മൊത്തം 8 മലകളാണ് നമുക്ക് ഈ ഒരു ട്രെക്കിങ്ങിൽ പോകാനുള്ളത്. ഇതിപ്പോൾ ആദ്യത്തെ മലയാട്ടോ. ഈ ഒരു മലയും പിന്നെ ഏറ്റവും അവസാനത്തെ മീശപ്പുലിമലയാണ് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ ചെറിയ വാലികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. നമുക്ക് ഒത്തിരി മടുക്കത്തൊന്നുമില്ല, അങ്ങനെ ഒത്തിരി ഹാർഡ് ട്രെക്ക് ഒന്നുമല്ല.
7.5 കിലോമീറ്ററാണ് ഈ ഒരു മൊത്തം ട്രെക്കിൻ്റെ ദൂരം എന്ന് പറയുന്നത്. വൺ സൈഡ് മീശപ്പുലിമല വരെ 4 കിലോമീറ്ററും പിന്നെ നമ്മൾ മറ്റൊരു വഴിയെ 3.5 കിലോമീറ്റർ ഇറങ്ങിയിട്ടാണ് റോഡോ മാൻഷനിൽ തിരിച്ചെത്തുന്നത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഈ ഒരു മലയിൽ ട്രെക്കിംഗ് അവസാനിപ്പിച്ച് തിരിച്ചു പോകണമെന്നാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺറൈസ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ട്രെക്കിംഗ് തുടങ്ങി ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നമ്മൾ കണ്ട കാഴ്ച ഇതാണ്. ഈ ഒരു ആദ്യത്തെ മലയിലെ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ആയി. നമ്മൾ ആ പൈസ മുടക്കേണ്ട ഇത്രയും യാത്ര ചെയ്തതിൻ്റെ ഒക്കെ ഒരു വെർത്ത് ശരിക്കും ഈ ഒരു മലയെ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. എല്ലാവരും തന്നെ എത്തിച്ചേർന്നു കേട്ടോ. ഇവിടെ ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും എല്ലാവരും തന്നെ എത്തി. ഇത് നമ്മുടെ ഗൈഡ് ചേട്ടന്മാർ എല്ലാം എത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ ഗൈഡ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മലയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു നീരുറവയുണ്ട്, നല്ല ഫ്രഷ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. ഇതുപോലുള്ള ചെറിയ ചാലുകളൊക്കെ ഇടയ്ക്കായിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പ്ലാസ്റ്റിക് മാത്രമല്ല, ആൽക്കഹോളും സിഗരറ്റ്സും എല്ലാം തന്നെ ഇവിടെ പ്രോഹിബിറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോയ്സ് പൊല്യൂഷനാണ്. നമ്മൾ ഇവിടുത്തെ ഒരു സൈലൻസും ഇവിടുത്തെ ഒരു നേച്ചറിനോടൊപ്പം ആയിരിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ സ്പീക്കറിലൊക്കെ ഉറക്കെ പാട്ടുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്നത് പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് രണ്ടാമത്തെ പീക്ക് എത്തി കേട്ടോ. രണ്ടാമത്തെ പീക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഗ്യാപ്പ് റോഡും അതുപോലെ തന്നെ ചൊക്കർമുടി പീക്കെല്ലാം തന്നെ കാണാൻ പറ്റും. നമുക്കറിയാം ചൊക്കർമുടി എന്നൊക്കെ പറയുന്നത് മൂന്നാറിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഗ്യാപ്പ് റോഡിൽ. അപ്പം ഇവിടുന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ഗോപ്രോ ക്യാമറയ്ക്ക് സൂമിങ് ഇല്ലാത്തതുകൊണ്ട് അധികം കാഴ്ചകൾ നമുക്കങ്ങനെ കാണിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. നമുക്ക് ക്യാമറയിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഐമാക്സ് ക്യാമറ കൊണ്ടുവന്നാൽ പോലും ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഭംഗിയും ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് പകർത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ഥലം. നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് നമ്മൾ എന്ത് ചോദിച്ചാലും തന്നെ പറഞ്ഞു തരും കേട്ടോ. അവർക്ക് ഈ ഒരു സ്ഥലത്തെ പറ്റി ഒരുപാട് നോളജ് ഉണ്ട്. ഇവരെല്ലാം തന്നെ KFDCയുടെ സ്റ്റാഫാണ്. നല്ല പുൽമേടുകളും അതുപോലെ തന്നെ പൈൻ മരങ്ങളും റോഡോഡെൻഡ്രോൺ ചെടികളും അതുപോലെ ചില സ്ഥലത്തായിട്ട് നീലക്കുറിഞ്ഞികളും കാണാൻ പറ്റും. നീലക്കുറിഞ്ഞികൾ നമുക്ക് ഇരവികുളത്തേക്കെ പോലെ ഒരുപാടൊന്നും ഇല്ല, ചെറിയ ചെറിയ പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പൊന്ന് ബ്ലൂം ചെയ്തതാണ്. ഇനിയിപ്പം കുറച്ചധികം വർഷങ്ങളെടുക്കും വീണ്ടും നീലക്കുറിഞ്ഞി ഒരു താഴ്വാരം മൊത്തം പൂക്കാൻ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് സസ്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവർ ആണ്. ഒത്തിരി മെഡിസിനൽ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ചെടിയും കൂടെയാണ്.
അപ്പം ആ ഒരു ചെടിയിൽ നിന്നാണ് നമുക്ക് താഴത്തെ ആ ഒരു സ്റ്റേക്ക് റോഡോ മാൻഷൻ എന്ന പേര് വന്നത്. അതുപോലെ തന്നെ മീശപ്പൊലിമലയുടെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗങ്ങളെ റോഡോ വാലി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ യൂക്കാലി മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നിന്നുള്ള യൂക്കാലി മരങ്ങളൊക്കെയാണ് ഈ പെരുമ്പാവൂർ കാലടി സൈഡിലെ ഫാക്ടറികളിലൊക്കെ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തേക്കുന്നതെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിയെല്ലാം തന്നെ റോഡോഡെൻഡ്രോണിൻ്റെ ചെടികൾ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ പൂക്കൾ ഭയങ്കര കുറവാട്ടോ. ഒന്നാമത്തെ കാര്യം ഇവിടെ ഭയങ്കര കാറ്റാണ്. പിന്നെ ചിലവരൊക്കെ ഇത് പോകുന്ന വഴിക്ക് ഇത് പറിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് പറിക്കാൻ പാടില്ലെന്നൊക്കെ ഇവിടുത്തെ ഗൈഡ് ചേട്ടന്മാർ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പം ഒരു ചെടി ഇവിടെ അടുത്ത് കാണാം കേട്ടോ, അതൊന്ന് നോക്കാം. നല്ല തിക്കായിട്ടുള്ള ലീവ്സാണ് ആ ഒരു ചെടിയുടെ കേട്ടോ. ഫ്ലവർ വരുന്നത് പല കളേഴ്സിലുണ്ട്. വൈറ്റും റെഡൊക്കെയാണ് കോമൺ. അതിൽ റെഡാണ് ഇവിടെ ഉള്ളത്. പിന്നെ വൈറ്റും മറ്റ് 1-2 കളേഴ്സ് പോയിസണസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു. റോഡോ വാലി എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം റോഡോഡെൻഡ്രോൺ ചെടികളാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പൂ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഓടിയെത്തിയതാണ്. കാത്തിരിപ്പിനൊടുവിൽ അടുത്തോ ഇപ്പോൾ എത്രയല്ല പഠിക്കുന്നത്? 4. അങ്ങനെ 7 മലകളെല്ലാം കടന്ന് നമ്മളിപ്പം 8ാമത്തെ മലയായ മീശപ്പൊലിമലയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പം മൊത്തം കോട മൂടി കിടക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് എന്താ സംഭവം എന്ന് പോലൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു എയറിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു തണുപ്പും ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ചുറ്റും കോടയാട്ടോ. ഞങ്ങൾ 3 പേരുമാണ് ആദ്യം എത്തിയത്. ഇവിടെ ഒരു ചെറിയ അതിർത്തിക്കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് കേരളവും ഇപ്പുറത്ത് തമിഴ്നാടൊക്കെയാണ്. ബ്രിട്ടീഷുകാരൊക്കെ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കോട ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി മറയുമ്പോഴാണ് അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി വരുന്നുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല. അപ്പോൾ ആ ഒരു ഗ്രേറ്റ് റിവീലിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്.
സിനിമയിലെ ഒരു ഹീറോയുടെയൊക്കെ എൻട്രി പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല കാഴ്ചകളാണ് കോട മൂടി കിടന്നിരുന്നത്. ഇവിടെ നിന്ന് ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ കേട്ടോ. നമുക്ക് ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ദൂരെയുള്ള കൊളുക്കുമലയും അതുപോലെ തന്നെ കൊടൈക്കനാലിനോട് ചേർന്ന് കിടക്കുന്ന മലകളെല്ലാം തന്നെ ഇവിടുന്ന് കാണാം. അപ്പം മേഘങ്ങളൊക്കെ മാറി വന്നപ്പോഴാണ് ആനയിറങ്ങൽ ഡാമും കാര്യങ്ങളെല്ലാം കണ്ടത്. അങ്ങ് ദൂരെ നമുക്ക് ഇടുക്കി ആർച്ച് ഡാം വരെ കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇടുക്കി ഡാമും മൂന്നാറും തമ്മിൽ തന്നെ എത്ര കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു തേയിലത്തോട്ടങ്ങളും ആനയിറങ്ങൽ ഡാമിൻ്റെ കാഴ്ചകൾ, അതുപോലെ തന്നെ കൊളുക്കുമല, ബോസ് പീക്ക്, കമ്പം, തേനി, അങ്ങനെ എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരു കോടയിൽ നിന്ന് മാറി വന്നാൽ മാത്രമേ നമുക്കിത് എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. ഹായ്, ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എന്റെ ഒരു പ്രണവ്. FDCയുടെ സ്റ്റാഫാണ്. ബേസ് ക്യാമ്പിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഡെയിലി നമ്മളെ ട്രക്കിംഗ് എല്ലാ ദിവസവും മീശപ്പുലിമല കയറാൻ ഭാഗ്യമുള്ള ഒരാളല്ലേ? നമ്മള് ടോട്ടൽ ട്രക്കിംഗ് 7.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, വൺ സൈഡ് അല്ലേ? അപ്പ് ആൻഡ് ഡൗൺ അത്രേ ഉള്ളല്ലേ? ഓക്കെ. ഒരു 6:30ക്ക് നമ്മള് ഷൂട്ടിംഗ് പോയിട്ട് വന്ന് സൺറൈസ് കണ്ടതിന് ശേഷം ഒരു 7 മണിക്ക് നമ്മളെ ട്രക്ക് സ്റ്റാർട്ട് ആവുന്നതാണ്. ഓൾമോസ്റ്റ് 8,600 ഫീറ്റിന്റെ മേളിലുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന 8,600 ഫീറ്റിലല്ലേ? ഇന്ത്യയിലെ ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ ഹൈയസ്റ്റ് ട്രക്കബിൾ പീക്ക് അല്ലേ? ഹൈയസ്റ്റ് പീക്ക് എന്ന് പറയുമ്പോൾ ആനമുടിയാണ്. നമുക്ക് ആക്സസബിൾ അല്ല, ബിക്കോസ് അത് നമ്മളെ ഫോറസ്റ്റിന്റെ കൺട്രോൾ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. അപ്പം നമ്മളിപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആണെന്ന് തന്നെ പറയാം. ട്രക്കിംഗ് സ്പോട്ട് ഫസ്റ്റ്. ട്രക്കിങ്ങിൽ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ ആനിമൽസോ കാര്യങ്ങളൊക്കെ? ആനിമൽസ് ഉണ്ട്. നമുക്ക് ആനയുണ്ട്, ചെന്നായ ഉണ്ടല്ലേ? ഉള്ളിലുണ്ട്. നമുക്ക് അങ്ങനെ പുറത്ത് കാണാറില്ല. പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വരയാടുകളുണ്ട്. അത് 40 മെമ്പേഴ്സുള്ള ഒരു ക്രൂ ആണ്. നമ്മുടെ ഇവിടെ തന്നെ കുഞ്ഞുങ്ങളും വലുതും എല്ലാം തന്നെ ഉണ്ട്. എല്ലാരും ഉണ്ട്. അപ്പൊ അത് ഇവിടെ നമുക്ക് വന്ന വഴി കാണാൻ പറ്റില്ല, തിരിച്ചുമ്പോ കാണാൻ പറ്റുമായിരിക്കോ? മിക്ക ദിവസവും നമുക്കിവിടെ കാണാൻ കിട്ടുമായിരുന്നു. ചെന്നായയുടെ വല്ല ശല്യം ഉണ്ടാകുമ്പോൾ ഉള്ളിലോട്ട് പോകുന്നതാണ്. ആണല്ലേ? മറ്റേ റോഡോട് മാൻഷന്റെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. വരാറുള്ളതാണ്. നമ്മള് കുറച്ചുകൂടെ നമ്മള് വളർത്തുന്ന പോലെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട്. ആണല്ലേ? ഓക്കെ. ഇവിടെ ക്ലൈമറ്റ് റെയിനി സീസണിലൊക്കെ ഇത് ക്ലോസ് ചെയ്യുമോ? എല്ലാ ദിവസവും ഭയങ്കര സെൻസിറ്റീവ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സീസൺ നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെയാണ്. ഡിസംബർ സീസൺ അല്ലേ? ഓക്കെ. ക്ലൈമറ്റ് ഒരു ടെമ്പറേച്ചർ -4 വരെ പോകാറുണ്ട്. ഓക്കെ. സ്നോഫോൾ ഉണ്ടാവില്ല. പക്ഷേ ഈ പുല്ലേലെല്ലാം വെള്ളത്തുള്ളിൽ ഇങ്ങനെ ഫ്രീസായി ഷാർപ്പായിട്ട് നല്ല രീതിയാണ് എൻജോയ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പൊ ഈ ടൈമിംഗ് എന്ന് പറയുന്ന 6 മണിക്ക് തന്നെ കോമൺ ഒറ്റ ട്രക്കിംഗ് ആണ് ഒരു ദിവസം? ട്രക്കിംഗ് ആണ്. ഓക്കെ. മോർണിംഗ് സൺറൈസ് ആണ്. ഇവിടെ നമ്മളൊരു 1 അവറിനടുത്ത് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. റോഡോഡെൻഡ്രോണിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ടോപ്പിലാണ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ റോഡോ വാലി എന്നാണ് അറിയപ്പെടുന്ന ഈ ഒരു മീശപ്പുലിമലയുടെ താഴെയുള്ള ഭാഗങ്ങൾ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ചെടികൾ കാണപ്പെടുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ വേറൊരു വഴിയാണ് ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ട്രക്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു അനുഭവമുള്ളൂ. നമ്മൾ സാധാരണ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങാറാണ് പതിവ്. അപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പം മലകളും കാര്യങ്ങളും ആണെങ്കിൽ തിരിച്ചൊരു ചതുപ്പ് പോലത്തെ ഒരു ഏരിയ കേട്ടോ.
കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ആദ്യം കണ്ട പോലത്തെ തോടുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ബോണിച്ചെന്ത് തോടൊക്കെ ചാടി കിടക്കാൻ പോകുന്നുണ്ട്. പണ്ട് ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ ബോണിച്ചിന് ഇതുപോലെ ഒന്ന് ചാടി കിടക്കാൻ നോക്കിയിട്ട് തോട്ടിലൊക്കെ പോയതാണ്. അന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വൈറൽ വീഡിയോ ആയേനെ. ഇത്തവണ ചാടിയപ്പോഴും എനിക്കത് തന്നെയാണ് ഓർമ്മ വന്നത്. ബോണിച്ചൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അഡ്വഞ്ചർസ് ഒക്കെ ആയിട്ട് ചാടിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും ആ ഒരു 2 പിള്ളേരൊക്കെ അവരൊക്കെ ഭയങ്കര ആവേശത്തോടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോലുള്ള യുവാക്കളാണ് മടുത്ത് പതുക്കെ പതുക്കെ പുറകെ വരുന്നത്. അവരൊക്കെ ഭയങ്കര ആവേശത്തോടെ പോകുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി 2 പിള്ളേർ, അവരാണ് ആദ്യം എത്തിയതൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും നമുക്കൊന്ന് വെയിലൊക്കെ ആയി വന്നത്. വെയിലുണ്ടെങ്കിലും നമുക്കത് ഒരു ചൂടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് നമ്മളൊരു ചെറിയൊരു ഏരിയയിലെത്തും. ഇവിടെയാണ് മൃഗങ്ങളൊക്കെ കൂടുതലും വെള്ളം കുടിക്കാനൊക്കെ വരുന്നത്. ഇവിടെ ഒരു മ്ലാവിൻ്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഏതോ മൃഗം തിന്നതിൻ്റെ ബാക്കിയാണിത്. നമ്മൾ വരുന്ന വഴി ഒരു മ്ലാവിനെ കണ്ടായിരുന്നു കേട്ടോ. രാവിലെ ജീപ്പിൻ്റെ മുമ്പിൽ ഒരെണ്ണം വന്ന് ചാടിയായിരുന്നു. ഇരുട്ടത്തായതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ അത് കിട്ടിയിരുന്നില്ല. ഫസ്റ്റ് അടിക്കാൻ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ നേരത്തെ എത്തിയായിരുന്നെങ്കിലും എല്ലാവരും തിരിച്ച് ഇറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ഗൈഡ് ചേട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ട്രക്കിങ്ങിന് പോയ എല്ലാവരും തിരിച്ചെത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഏകദേശം റോഡോ മാൻഷൻ എത്താറായിട്ടുണ്ട്. 11:30 AM ആയപ്പോൾ നമ്മൾ റോഡോ മാൻഷൻ എത്തി. സ്ഥലമെത്തി. നമ്മൾ വന്ന ജീപ്പെല്ലാം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് താഴെ ബേസ് ക്യാമ്പിലെത്തി. അവിടെ നിന്നാണ് നമുക്ക് ലഞ്ച് ഉള്ളത്. ലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, ബ്രഞ്ചാണ് ശരിക്കും. നമ്മൾ 6 മണിക്ക് ബ്രെഡും ജാമും തിന്നതിന് ശേഷം ഇപ്പം 11:30-ക്കാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി ഇരുട്ടായിരുന്നുകൊണ്ട് കുറേയൊക്കെ വഴി കണ്ടില്ല. ഇനിയാണ് ശരിക്കും ആ ഒരു ഓഫ് റോഡ് ചെയ്ത് വന്ന വഴിയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇനി തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നല്ല കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് ബേസ് ക്യാമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മീശപ്പുലിമലയിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കേജുകൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഞങ്ങളെടുത്ത പാക്കേജ് എന്ന് പറയുന്നത് ഡേ ട്രക്കിംഗ് ആണ്. ഇതിന് ട്രക്കിംഗ് ഫീസ് 1000 രൂപയും ജീപ്പിന് ഒരാൾക്ക് 550 രൂപയാണ് വരുന്നത്. അതായത് 3300 ജീപ്പിൻ്റെ ടോട്ടൽ ചാർജ്.
അത് 6 പേരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് 6 പേര് വരെയാണ് ഒരു ജീപ്പിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ബേസ് ക്യാമ്പിലാണ് പിന്നീട് രണ്ടാമത്തെ സ്റ്റേ വരുന്നത്. ബേസ് ക്യാമ്പിൽ 10 സ്റ്റേ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം 10 സ്റ്റേക്ക് 2400 രൂപ അടുത്താണ് ഫീ വരുന്നത്. അത് ഓരോ സീസൺ അനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻസ് വരും. മൂന്നാമത്തെ പാക്കേജ് നമുക്ക് വരുന്നത് റോഡോ മാൻഷനിലാണ്. അതായത് നമുക്ക് അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു വോൾട്ടിറ്റ് ഉള്ള ഏകദേശം 8000 ഫീറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഫീ എന്ന് പറയുന്നത് 3500 രൂപ അടുത്ത് വരും. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജീപ്പിൻ്റെ ഫീയും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോൾ മൂന്നാർ എത്തിയിട്ട് തന്നെ KFDCയുടെ ഓഫീസിൽ നിന്ന് പാസും കളക്ട് ചെയ്ത് അവർ തരുന്ന ജീപ്പിൽ നമുക്കിങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും. ഈ ഒരു പാക്കേജസ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് KFDCയുടെ ഓഫീസിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ച് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ജീപ്പിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഡയറക്റ്റ് ഡ്രൈവേഴ്സിനാണ് കൊടുക്കേണ്ടത്. മീശപ്പുലിമലയിലെ ഭംഗിയുള്ള കാഴ്ചകൾക്ക് ശേഷം നമ്മളിപ്പോൾ കാണുന്നത് മൂന്നാറിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടൊരു പോയിൻ്റാണ്. ഇതാണ് മൂന്നാറിൻ്റെ സ്വന്തം സൈലൻറ്റ് വാലി. ഈ ഒരു ഗ്രൗണ്ടും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന മരങ്ങളും മലകളെല്ലാം തന്നെ ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിങ്ങോട്ട് വെറുതെ വരാൻ പറ്റത്തില്ല. മീശപ്പുലിമലയിലോട്ടുള്ള ആ ഒരു ടിക്കറ്റ് എടുത്തവർക്കും പിന്നെ ഈ ഒരു പ്രദേശവാസികൾക്ക് ഇവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ പറ്റുക. നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൈലൻറ്റ് വാലി നമ്മുടെ ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം തോന്നും. കാരണം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് സൈക്കിളിനൊക്കെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ സൈക്കിളിനൊന്നും ഇങ്ങോട്ട് പെർമിഷൻ ഇല്ലാതെ വരാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഈ ഒരു മീശപ്പുലിമലയിലേക്കുള്ള യാത്ര നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ടതാണ്. നമ്മളിതിനു വേണ്ടി മുടക്കുന്ന ടൈമും പൈസയും എല്ലാം തന്നെ വെർത്താണ്. നമുക്കൊരിക്കലും ഒരു നിരാശ തോന്നത്തില്ല. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇത്രയും ഒരു പ്രഷ്യസ് ആയിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളത് എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം. അതുപോലെ ഇത് ഇത്രയും പ്രഷ്യസ് ആയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. താങ്ക് യു.